പാട്ടി പാട്ടി പാട്ടി. ആരോടാ നിന്റെ പാട്ടി? കുറെ നേരമായി പാട്ടി പട്ടി എന്നൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നത്. ആരോടാ താൻ? പാട്ടി എന്ന് പറഞ്ഞൊരു പാട്ട ബ്യൂട്ടിയാണല്ലോ. അല്ല ഞാനേ അല്ല ഇവിടെ ഒരു പാട്ടി ഉണ്ടായിരുന്നു. ഇവിടെ പാട്ടിയും പട്ടിയില്ല നേരത്തെ തന്നെ ഞാൻ തന്നോട് പറഞ്ഞതല്ലേ. അല്ല നാമം എന്താണ്? നാമോ? ആ താൻ എന്തിനാ വന്നത്? സത്യം പറ, എന്തിനാ വന്നത് ഇവിടെ? ഞാൻ ഇച്ചിരി തൈർസാ നാമം ചോദിച്ചു വന്നിരിക്കണേ. അതല്ല ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ ഞാൻ എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. താൻ പറഞ്ഞ പാട്ടിയൊന്നും ഇവിടെ ഇല്ല. കല്യാണം കഴിച്ചാണോ? കല്യാണമൊക്കെ കഴിച്ചാ എനിക്ക് എന്താ വേണ്ട? ഞാൻ കല്യാണം കഴിച്ചു. കുട്ടിയുണ്ടോ? എന്തൊക്കെ അറിയണമെന്ന് എനിക്ക്? അതല്ല കണ്ട കല്യാണം കഴിച്ചാന്ന് പറയത്തില്ല. ഞാനവർക്ക് പാർട്ടിയുടെ കൊച്ചുമോളാണ്. അതൊക്കെ ശരിയാ താൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. ചർമ്മം കണ്ട പ്രായം തോന്നാറില്ല എന്നൊക്കെ പറയാറുണ്ട്. അന്ന് താൻ എന്തിനപ്പം ഇങ്ങോട്ട് വന്നത്? അത് പോട്ടെ, എത്ര വയസ്സുണ്ട്? ഈ ചിങ്ങം വന്നാ 35 വയസ്സാവും ചേട്ടാ. പറയില്ല കേട്ടോ. ആണോ? പറയില്ല. എല്ലാരും ഇതന്നെ പറയാറുള്ള. അല്ല പേര് പറഞ്ഞില്ലല്ലോ. ചന്ദന. ചന്ദന. ചന്ദനക്ക് ചന്ദ്രനെന്നോളം ചന്തം. ചേട്ടൻ വല്ല കവി വല്ലോ ആണോ? കവിയാവാനും മാനാവാനും മനുഷ്യനാവാനും ഗജനകാരിയാവാനും നിമിഷങ്ങൾ മാത്രം മതി. എന്തായാലും കവിത അടിപൊളിയായിരുന്നു കേട്ടോ. കവിയാണ്. പിന്നെ ചേട്ടൻ എന്താ ഇവിടെ വന്നേ? ഞാൻ ഈ തൈർ സാദം എന്ന് പറഞ്ഞുകൊണ്ട് വന്നാണ്. കല്യാണം കഴിഞ്ഞാണ്. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് 5 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. എന്തെങ്കിലും കവിത വല്ലാണോ ചേട്ടാ? അതല്ല. അല്ലേ? ഡിവോഴ്സ് ചെയ്യട്ടെ? കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? അമ്മേ யார் நீ? തമിഴാ? நீ இந்த ஊர்க்காரன் நஹி? அது எனக்கு தெரியும். അല്ല யார் நீ? ഞാൻ ചേട്ടാ ഞാനിവിടെ തൈർ സാധനം മേടിക്കാൻ വേണ്ടിട്ട് വന്നായിരുന്നു. தயிர் சாதம் வாங்குறதுக்கு அது ஹோட்டலா? அது ഹോട്ടലല്ല, അവിടെ ഒരു ചീഞ്ഞ പെണ്ണുമ്പിള്ള ഉണ്ടെന്ന്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ മുഖത്തുണ്ട് അടി. அடிச்சுச்சா? അങ്ങോട്ട് പോരുത് കേട്ടോ, അങ്ങോട്ട് പോരുത്. இவன் உன்னைய சும்மா அடிக்கிறாங்க. என்ன பண்ண நீ அங்க? എന്റെ പൊന്നണ്ണാച്ചി, ഞാൻ കുറച്ച് തൈർ സാധനം ചോദിച്ച അവരോട്. சரி. ആ തൈർ സാധം അല്ലേ, അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഓക്കെ. എന്നെ കണ്ടിട്ടൊരു മാന്യനായിട്ട് തോന്നില്ലേ? കിട്ടത്തട്ടെ. ഞാൻ വളരെ മാന്യമായിട്ടാ ചോദിച്ചത്. പിന്നെ ഞാൻ അവരോട് ചോദിച്ച് അവരവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാരണം ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാവോന്ന് ഞാൻ ചോദിച്ചായിരുന്നു. அப்படியா? അപ്പൊ എന്റെ മോന്തക്കിട്ട അടി. എവിടെ? ഇവിടെ ഇപ്പോഴും ആ വിരന്റെ പാട് കിടപ്പുണ്ടാവും. നല്ല വേദനയുണ്ട്. അമ്മേ അണ്ണാച്ചി, ആ പെണ്ണുപിള്ളയുടെ കെട്ടാനായിരുന്നല്ലേ? എനിക്ക് മനസ്സിലായി, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഓക്കെ, സോറി എനിക്ക് മനസ്സിലായി. വീണ്ടും തെറ്റ് വിട്ടുപോയി. സോറി. ഹലോ 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 ശോഭന അന്തർജനം. ശോഭന മോളാണോ? ശോഭനയാണ്, പറയൂ. ആരാ? ശോഭന മോളുടെ മാതാവ് ഒരു പാചകക്കാരനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ടോ? ആ അമ്മ പറഞ്ഞിട്ട് വിളിക്കണേണോ? അതെ, അമ്മ പറഞ്ഞു വിളിക്കുന്നതാണ്. അയ്യോ ചേട്ടാ, പറയൂ. ഞാൻ വഴി അറിയാതെ ഇവിടെ ഒരു കടയുടെ മുമ്പിലാണ്. ഇക്കി അപ്പൊ ഇവിടുന്ന് വലത്തോട്ട് തിരിയണോ ഇടത്തോട്ട് തിരിയണോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്. ആ ചേട്ടാ, അവിടുന്ന് വലത്തോട്ട് തിരിയുമ്പോ വലിയൊരു കോട്ടയടക്കുള്ള ഒരു വീട് കാണാം. അതിന്റെ തൊട്ടു മുമ്പ് ഒരു വീടുണ്ട്, അവിടെ പട്ടിയുണ്ട്. അവിടെ കേറരുത്. ആദ്യത്തെ ദിവസം തന്നെ അലങ്കോലായി പോവും. അതായത് ഈ പുല്ലും ചെടിയും ഒക്കെ ആയിട്ട് കൊറേ മറ്റേ ഇതൊക്കെ ഇട്ടിട്ടെ ഇന്റർലോക്ക് ഒക്കെ ചെയ്ത വലിയൊരു വീടാ. ഒരു 4 കെട്ട് പോലെ ഉണ്ടാവും പുറത്തുനിന്ന് കാണുമ്പോ. 4 കെട്ട് പോലെ ഉണ്ടാവും. ആ അതെ, വലിയ വീടാ. ഓക്കെ, ആ പട്ടിയുടെ വീട്ടിൽ കേറല കേട്ടോ. പട്ടിയുണ്ട്, സൂക്ഷിക്കുക. ആ ഓക്കെ, താങ്ക് യു. ഷോ, എന്റെ അമ്മ ഒരു സംഭവം തന്നെ. ഇനി ഞാനൊരു കലക്കും. എന്താ പറ്റി? കവളൊക്കെ വീങ്ങിയിരിക്കുന്നേ. നീ താഴെ എന്തുണ്ടെന്നാ പറഞ്ഞ്? തൈര് സാദം. എടാ നീ എന്നെ ഒറ്റ കൊടുത്താലടാ. എന്തിന്? ഇത് ആ പെണ്ണുമ്പിള്ള എന്റെ കവളിട്ടു.
തൈര് സാധം ചോദിച്ചതിന് ആ പെണ്ണുമ്പിള്ള നിന്റെ കവളത്തടിച്ചോ? ആ തൈര് സാധം ചോദിച്ചപ്പോഴത്തേക്കും കവിളിട്ടടിച്ചു. തൈര് സാധം മാത്രം ചോദിച്ചു നമ്മള് കവളത്തടിച്ചോ? എന്തോ റോങ് ആയിട്ട് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ? അല്ല വേണ്ട, വിളിച്ചെന്ന് ചോദിക്കണ്ട. എന്തായാലും അവിടെ നീ പറഞ്ഞ പാർട്ടിയൊന്നും ഞാൻ അവിടെ കണ്ടില്ല. തമിഴിന്റെ പെണ്ണുമ്പിള്ള അത്. തമിഴൻ വന്ന എല്ലാത്തിനും കൂടെ പെട്ടി പ്രമാണം എടുത്ത് ഇറങ്ങി. എന്തോ തെമ്മാടത്തിലാണ് അവിടെ ചെന്ന് നടത്തി. ഞാൻ തെമ്മാടിത്തരാന്ന് പറഞ്ഞിട്ടില്ല. നീ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയണ്ടേ? എന്തോ കാര്യം പറയേണ്ടത്? നീ എന്നെ ഓട്ടിക്കൂടെ, നീ എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടിയിട്ടില്ല. നീ എന്നെ അങ്ങോട്ട് പറഞ്ഞോട്ട്. നിന്റെ അടുത്ത് ആഹാരം ചെന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോ നീ എന്ത് ചെന്ന് ചോദിച്ചു? ചാരായോ ചോദിച്ചു? ഞാൻ തൈര് സാധനം തന്നെ ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നുണ്ട് തൈര് സാധനം വേറെ എന്തെങ്കിലും മോദമാണോ? എന്നാലും നീ എന്നോട് ആ പണി കാണിക്കാൻ പാടില്ലായിരുന്നു. മോശമായി പോയത്. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളോടത്ത് വലിഞ്ഞു കയറരുത്. ഞാൻ അങ്ങനെ അതല്ല. അവര് ഇവരുമായിട്ട് എന്താ ബന്ധം? ഈ വീടുമായിട്ട്? അവരുടെ ഈ വീട് ഇവിടെ ഓടക്കല്ലേ താമസിക്കുന്നേ? ആണോ? ഡിജിറ്റൽ പിച്ചക്കാരോ? എന്ത് ഒരു ദിവസം 2 പിച്ചക്കാർ കയറി വരും. എങ്ങനെയാണോ ഉദ്ദേശിച്ച് പറഞ്ഞു? എവിടെ പിച്ചക്കാരെന്ന് കാണുന്നില്ലടാ. ആരോ വരുമെന്ന് പറഞ്ഞാൽ ആരും കാണുന്നില്ലല്ലോ. ഒരു വിളി കേട്ടില്ലായിരുന്നു. ഇതെന്തീ കിടക്കുന്നേ? ഇതെന്താ? ശവോ, കറുത്ത ശവം. ആരാ? ചില്ലറ ഉണ്ടോടാ? എന്റെ ഇല്ല. അമ്മേ മഹാമായേ, പാചകവനതുർക്കേ രക്ഷിക്കണേ. ഇവിടെ അല്ല അമ്പലം, മേളില. ഇത് ശോഭനയുടെ വീടല്ലേ? ശോഭനയുടെ വീടാ? ഔ അല്ലാഹു, ദൈവം രക്ഷിച്ചു. അങ്ങാരാ? നോം പാചകക്കാരൻ. ഇവിടെ ഒരു പാചകക്കാരനെ വേണമെന്ന് പറഞ്ഞില്ലേ? എത്ര പെട്ടെന്ന് വന്നാ? ഇതെന്ത് ഈ ലുക്കില്? ശബരിമലയിലെ പാചകക്കാരനാ? അല്ല, പിന്നെ നമ്മ ഇത്തിരി ദൂരത്തുനിന്ന് വരിക. നമ്മുടെ ശോഭനയുടെ മമ്മി അല്ല അമ്മ പറഞ്ഞിട്ട് വരുന്ന. അവരുടെ ബന്ധുക്കൊക്കെ ഇങ്ങനെ ചെറിയൊരു വിഷയമുണ്ട്. വാ കേട്ടെ? അറിയോ ശോഭനെ? ശോഭനെ എടാ കേറാൻ പറയണോ? എന്നാ വാ, വിളിച്ചോണ്ട് വാ. എന്നാ കേറി വാ. എന്തോ ഒരു ചൂടാ. അന്റാർട്ടിക്കലല്ലോ താമസിക്കുന്നേ, കേരളത്തിൽ തന്നെ ഇവിടെ നല്ല ചൂടാ. അന്റാർട്ടിക്കൽ തണുപ്പാ? ഇന്നലെ രാത്രി 10 മണി തൊട്ട് ഇച്ചിരി തണുപ്പ് കൂടി. അല്ല മാമനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ കാണാൻ? അങ്ങ് കാശി മുതല് രാമേശ്വരം, കോഴിക്കോട്, പാലക്കാട് ഇങ്ങനെ കളി ഇങ്ങനെ നടന്നുകൊണ്ട് പോവല്ലേ. എന്തോ കളി? കളി? നാടകം. ഓ, നിങ്ങൾ കുശിനിക്കാരനാണോ അതോ നാടകക്കാരനാണോ? കുശിനിക്കാരനാണ്, പക്ഷെ എങ്കിലും എനിക്കൊരു നാടകത്തിന്റെ അസ്കിത ഉണ്ട്. അതിനോടുള്ളൊരു ഭ്രമം. അങ്ങനെ. അച്ഛൻ കോടമ്പക്കാണ്, അമ്മ കൊടുങ്ങല്ലൂരാ. കൊടുങ്ങല്ലൂരാ? പേരെന്തായിരുന്നു? ദേവസ്യ. ദേവസ്യ പള്ളിയിലെ കപ്പിയരാന്നോ? അതൊരു ക്രിസ്ത്യൻ നാമമല്ലേ? ഇതാ നിന്റെ അമ്മയുടെ കൂടെ നിന്ന് ദേവസ്യ. എന്നെ എന്തിനാ ഇങ്ങനെ കടിക്കാൻ വരുന്നത്? ഞാനിപ്പോ എന്തേലും പറഞ്ഞോ? ഇതൊരു ക്രിസ്ത്യൻ നാമമല്ലേ? അല്ല, കള്ളന്മാരൊക്കെ വലിഞ്ഞു. അതല്ല. ഒരു മിനിറ്റ്, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. എന്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാർ ഇങ്ങനെ അപമാനിക്കരുത്, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഓഹോ, അങ്ങനെയോ? ആട്ടെ, എന്തൊക്കെ ഉണ്ടാക്കും? ആട്ട കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാനാ? മത്സ്യനും പൂരി ഉണ്ടാക്കാം. ഉണ്ടാക്കാം. അട്ട കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാം. അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ച്. കഴിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ ഉണ്ടാക്കുക? എന്തൊക്കെ ഉണ്ടാക്കാം? പൂരി, വടപൂരി, അനന്തപുരി കേട്ടിട്ടുണ്ട്. അനന്തപുരി, സാമ്പാർ വട, ഓട്ടയുള്ള വട, ഓട്ടയില്ലാത്ത വട. ഇതിന് മാത്രം വട എവിടെ കിടക്കുന്നു? എന്നാ വേണ്ട, നോം വേറെ പിടിക്കാം. അതിന് ഞാൻ വട കഴിക്കില്ല. പൊങ്കല് കഴിക്കാമല്ലോ. പൊങ്കലും ഞാൻ കഴിക്കില്ല. രാവിലത്തെ ശോധന ഗംഭീരമായിരിക്കും. അയ്യേ, ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ശോധനയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇയാളാരാ? മൃഗ ഡോക്ടറോ? എന്നാലേ അതിരസം. അതിരസോ? അത് ഞാൻ നന്നായി പണു. അത് ഞങ്ങൾക്ക് നീരസം തോന്നുന്നുണ്ട്. സത്യം. ആ രസമല്ല, അത് കഴിച്ചു നോക്കണം. അതെ, ഞങ്ങൾക്ക് ഈ വക പുല്ലും ചപ്പൊന്നും കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് നല്ല നോൺ വെജ് ഉണ്ടെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഞങ്ങളുടെ ചൊൽപ്പടിയിൽ ഇവിടെ നിൽക്കാമെങ്കിൽ മാത്രമേ നിൽക്കാൻ ഒക്കത്തുള്ളൂ കേട്ടോ. അതെ, വേറെ ആരുടെയും ചൊൽപ്പടിയിൽ നിൽക്കണ്ട. എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചതാണ്, ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. സിനിമാടിയാവണോ? അപ്പൊ എന്റെ കൂടെ ചൊൽപ്പടി പറ. അതെ, ഇവൻ പറയുന്നത് കുറച്ചൊക്കെ കേട്ടാ. ഞാൻ പറയുമ്പോ മാത്രം മതി. അടുത്ത ആഴ്ച കാസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങുക. അല്ല, എന്നാ മുഴുവൻ കേട്ടോ. അവൻ പറയണ മുഴുവൻ കേട്ടോ. പക്ഷെ ഇവൻ പറയണ ഒന്നും അനുസരിക്കാൻ പാടില്ല. അല്ല, അത്യാവശ്യം തമാശകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണ്. അപ്പോഴത്തേക്ക് കുറച്ച് തമാശകളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. കളിച്ച കോമഡിയൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാമല്ലോ. അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി. നോട്ട് ദ പോയിന്റ്.
ഐശ്വര്യമായിട്ട് ഞങ്ങളുടെ അടുക്കളയിലോട്ട് പോവാ. ആദ്യമായിട്ടൊരു ചായ. ഞാൻ ആദ്യം ചായ ഉണ്ടാക്കി തരാം. ഈശ്വര കൃഷ്ണ, നിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ പോകുന്നില്ല, നിന്റെ മാമനാന്ന്. നീ എങ്ങനെ ഇന്നല്ലേ ഇവിടെ കാണുന്നേ? അവിടെ പേര് പോലും നിനക്ക് അറിയത്തില്ല. ഞാൻ ഇന്ന് കണ്ടോ ഇന്നലെ കണ്ടോ എന്നുള്ളതല്ല, എന്റെ അമ്മ പറഞ്ഞു വിട്ട ആളാണ്. എന്റെ മാമനെങ്ങാനും നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും പറഞ്ഞ മോനെ രണ്ടിനും ഇവിടുന്ന് ഞാൻ കണ്ടാലേ അറിയാം ആ കാക്ക തൂറി ഇത് നെറ്റിക്കും ഇതെല്ലാം കൂടെ വരച്ചു വെച്ചേക്കുന്നത്. അയാൾക്ക് ഒരു കോപ്പം ഉണ്ടാക്കാൻ അറിയത്തില്ല. അയാൾക്ക് എന്തോ ഉണ്ടാക്കാൻ അറിയാവുന്നത്? തൈര് സാധനം, രസവട, എന്തോ മറ്റേ വടപ്പൂരിയോ അനന്തപുരി എന്ന് കേട്ടിട്ടുണ്ട്. വടപ്പൂരി എന്ന് എവിടെ കേട്ടിട്ടുള്ളത്?